ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ ഇന്നോട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഹൈലൈറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ ഈ ചാനലിലൂടെ തരും. അതുപോലെ തന്നെ റെയിൽവേ, SSC, ബാങ്ക്, ഈവൻ PSC നോക്കുന്ന ആൾക്കാർക്ക് വരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെയിം ദ റിലീഫ് ഓപ്പറേഷൻ ഡൺ ബൈ ഇന്ത്യൻ മിലിറ്ററി ടു ഹെൽപ്പ് എർത്തുക്വേക്ക് ഹിറ്റ് മ്യാൻമാർ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മ്യാൻമാർ, തായ്ലൻഡ് റീജിയൻസിൽ ഒരു എർത്തുക്വേക്ക് ഉണ്ടായി, അതായത് ഒരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ അവിടെ ഒരു റിലീഫ് മിഷൻ, ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ആർമി. അപ്പോൾ അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് ഓപ്പറേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ ബ്രഹ്മ, ഓപ്പറേഷൻ സമുദ്രഗുപ്ത, ഓപ്പറേഷൻ മദത്, ഓപ്പറേഷൻ ഗംഗ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓപ്പറേഷൻ ബ്രഹ്മയാണ് മ്യാൻമാറിൽ ഇന്ത്യൻ മിലിറ്ററി നടത്തിയിട്ടുള്ള റെസ്ക്യൂ മിഷൻ്റെ പേരെന്ന് പറയുന്നത്, ഓപ്പറേഷൻ ബ്രഹ്മ. അതുപോലെ തന്നെ മ്യാൻമാർ കൂടാതെ തായ്ലൻഡിലും ഈ ഒരു എർത്ത് എഫക്റ്റ് ആയിട്ടുണ്ട്. 7.7 മാഗ്നിറ്റ്യൂഡ്, റിച്ചർ സ്കെയിലിൽ 7.7 മാഗ്നിറ്റ്യൂഡുള്ള ഒരു എർത്ത് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞതുപോലെ ബ്രഹ്മ. പിന്നെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് അവിടെ മ്യാൻമാറിലുള്ള ഒരു ബ്രിഡ്ജാണ്, ഏവ ബ്രിഡ്ജ്. വേറൊന്നുമില്ല, ഈ ഒരു എർത്ത് ഈ ഒരു ബ്രിഡ്ജ് കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഏവ ബ്രിഡ്ജ്, മ്യാൻമാർ. പിന്നെ നമ്മൾ ഓപ്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സമുദ്ര സേതു. എന്താ ഈ ഓപ്പറേഷൻ സമുദ്ര സേതു എന്ന് പറഞ്ഞാൽ, നമ്മുടെ 2020 കോവിഡ് പാൻഡമിക് ഉണ്ടായിരുന്നു. അപ്പോൾ പല ഇന്ത്യക്കാരും വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് ഓപ്പറേഷൻ മദത് എന്ന് പറഞ്ഞാൽ. 2018 കേരള ഫ്ലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ നേവി കേരളയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മദത്. എന്താ ഈ ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 2022 ഈ ഒരു ഓപ്പറേഷൻ നടന്നത്. 2022 നമ്മുടെ റഷ്യ യുക്രൈൻ വാർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് പല കുട്ടികളും പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് റഷ്യയിലൊക്കെ കുടുങ്ങിപ്പോയി കിടക്കുന്നുണ്ട് ആ ഒരു യുദ്ധ സമയത്ത്. അപ്പോൾ അവരെയൊക്കെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്ത ഓപ്പറേഷനാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് ടീ എക്സ്പോർട്ടർ ഇൻ ദ വേൾഡ്? ഓക്കെ, ചോദ്യം ഇതാണ്, ടീ കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ സെക്കൻഡ് ഹയസ്റ്റ് ലോകത്ത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 3 സ്ഥാനങ്ങളൊന്ന് പരിചയപ്പെടാം. 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം. ഓക്കെ, ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് കെനിയ എന്ന് പറഞ്ഞ രാജ്യമാണ് ആദ്യ സ്ഥാനം. 2ാം സ്ഥാനമാണ് നമ്മുടെ ചോദ്യം, അവിടെ നിൽക്കട്ടെ. 3ാം സ്ഥാനം ശ്രീലങ്ക, ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്കയാണ് 3ാം സ്ഥാനം. ഇപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ ഇന്ത്യ. എന്തുകൊണ്ട് ഇത് കറണ്ട് അഫയേഴ്സിൽ വന്നതെന്ന് വെച്ചാൽ, ഈ അടുത്തിടയ്ക്കാണ്, നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പറഞ്ഞ ശ്രീലങ്ക സെക്കൻഡ് ആയിരുന്നു, ഇന്ത്യ തേർഡ് ആയിരുന്നു. ശ്രീലങ്കയെ ഓവർടേക്ക് ചെയ്താണ് ഇന്ത്യ എന്ത് ചെയ്ത് 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ 2ാം സ്ഥാനം ഇന്ത്യയാണ്. ഇന്ത്യ ഏകദേശം 255 മില്യൺ കിലോഗ്രാമാണ് ഓരോ വർഷവും ടീ എക്സ്പോർട്ട് ചെയ്ത് കയറ്റി അയക്കുന്നു. ഓക്കെ, കെനിയാണെങ്കിൽ അത് 500 മില്യൺ കിലോഗ്രാമാണ് കെനിയ കയറ്റി അയക്കുന്നത്. ഈ അടുത്തിടയ്ക്കൊന്നും പൊട്ടിക്കും തോന്നുന്നില്ല, പക്ഷേ ഭാവിയിൽ ഇന്ത്യ 1ാം സ്ഥാനം എത്താൻ ചാൻസ് ഉണ്ട്. അതുപോലെയാണ് കെനിയയെ പറ്റി പറയുകയാണെങ്കിൽ, കെനിയയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വില്യം റൂത്തോ ആണ് കെനിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് മനസ്സിലായെന്ന് വിചാരിച്ച് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത 3ാമത് ക്വസ്റ്റ്യൻ, അത് ഇമ്പോർട്ടൻ്റ്. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് റീസെൻ്റ്ലി ഡിസൈഡഡ് ടു യൂസ് ദ ടേം ആസ്പിരേഷണൽ യൂത്ത് ഇൻസ്റ്റെഡ് ഓഫ് അൺഎംപ്ലോയിഡ് യൂത്ത്? അപ്പോൾ വേറെ ഒന്നുമില്ല ക്വസ്റ്റ്യൻ. അടുത്തിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്
അവരുടെ രേഖകളിൽ, സർക്കാർ രേഖകളിൽ അൺഎംപ്ലോയിഡ് യൂത്ത് എന്ന് പറഞ്ഞൊരു ടേം മാറ്റിയിട്ട് അതിന് പകരം ഈ പറഞ്ഞ ആസ്പിറേഷണൽ യൂത്ത് എന്ന് പറഞ്ഞൊരു ടേം കൊണ്ടുവന്നു. അത് ഏത് സംസ്ഥാന സർക്കാർ എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കി വെക്കാം. മധ്യപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, ഉത്തർപ്രദേശ്. ഇതിൻ്റെ ഉത്തരം ഞാൻ പറയാം. മുഹമ്മദ്പൂർ എന്ന് പറഞ്ഞ് ഒരു സ്ഥലമുണ്ട്, മുഹമ്മദ്പൂർ. ആ സ്ഥലത്തിൻ്റെ പേര് മോഹൻപൂർ എന്നാക്കി, മോഹൻപൂർ. അതുപോലെ തന്നെ ഹാജിപൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഹാജിപൂർ. അതിനെ എന്താക്കി? ഹീരാപൂർ എന്ന്, ഓക്കെ അല്ലേ? ഈ സെയിം ഇപ്പോൾ ഉത്തരവായിട്ട് കിടക്കുന്ന സെയിം സംസ്ഥാനം തന്നെയാണ് ഈ രണ്ട് പേരുകളും മാറ്റിയിട്ടുണ്ടായിരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ മധ്യപ്രദേശ് സർക്കാരാണ് ഈ പറഞ്ഞ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അൺഎംപ്ലോയിഡ് യൂത്തിന് പകരം ആസ്പിറേഷണൽ യൂത്ത് എന്ന് പറഞ്ഞ പേര് മാറ്റിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിനെ പറ്റി പറയുകയാണെങ്കിൽ മധ്യപ്രദേശിൻ്റെ CM, ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാ? മധ്യപ്രദേശിൻ്റെ CM എന്ന് പറഞ്ഞാൽ മോഹൻ യാദവ് ആണ് ഇപ്പോഴത്തെ മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ. ഏത് പാർട്ടിയാ? BJP പാർട്ടിയാണ് അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് മധ്യപ്രദേശിൽ. ഓക്കെ അല്ലേ? അടുത്ത് രണ്ടാമത് തമിഴ്നാടിൻ്റെ CM ആരാ? എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ തൊട്ട് അയൽ രാജ്യമാണ്, അയൽ സംസ്ഥാനമാണ്. വേറെ ആരുമല്ല, നമ്മുടെ MK സ്റ്റാലിനാണ് തമിഴ്നാടിൻ്റെ CM. ഈ അടുത്തിടെ ഒരു പ്രശസ്തനായിട്ടൊരു നടൻ അവിടെ ഒരു പാർട്ടി തുടങ്ങി. ഏതാ? വിജയ്, തമിഴ്നാടൻ വിജയ് അവിടെ ഒരു പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാ? TVK എന്ന് പറഞ്ഞ പാർട്ടി സ്റ്റാർട്ട് ചെയ്തത്. എന്താ TVK? തമിഴ് വെട്രി കഴകം എന്നാണ് TVKയുടെ ഫുൾ ഫോം. അതുപോലെ തന്നെ MK സ്റ്റാലിൻ ബിലോങ് ചെയ്യുന്ന ഏത് പാർട്ടിയാ? DMK എന്താ? ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് DMKയുടെ ഫുൾ ഫോം. ഇടയ്ക്ക് നമ്മുടെ PV അൻവറൊക്കെ ഇടയ്ക്ക് DMK ചേരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേ പാർട്ടി തന്നെയാണ് ഈ പറഞ്ഞ MK സ്റ്റാലിൻ്റെ DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം, ഒഡീഷ നോക്കി നോക്കാം. ഒഡീഷയുടെ പഴയ പേരെന്താ? ഒറീസ എന്നാ അല്ലേ? ഒറീസ എന്നുള്ള പേര് മാറ്റിയിട്ടാണ് ഈ പറഞ്ഞ ഒഡീഷയൊക്കെ. എന്നാ മാറ്റിയത്? 2011 ഒറീസ എന്ന പേര് മാറ്റിയിട്ട് ഒഡീഷ എന്നാക്കിയത്. ഒഡീഷയുടെ CM ആരാ? വേറെ ആരുമില്ല, അതും ഒരു മോഹനാണ്. മോഹൻ ചരൺ മാഝിയാണ് ഒഡീഷയുടെ CM. ഇതും ഒരു മോഹനാണല്ലേ? നമ്മുടെ മധ്യപ്രദേശ് ഭരിക്കുന്ന മോഹൻ യാദവ് ആണ്. ഇതെന്ന് പറയുന്നത് മോഹൻ ചരൺ മാഝി. അതേ ഏത് പാർട്ടിക്കാരനാ? അവിടെയും BJP സർക്കാർ തന്നെയാണ് അവിടെയും ഭരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് നോക്കാം. പിന്നെ നമുക്ക് പറയാം ഉത്തർപ്രദേശ് എല്ലാവർക്കും അറിയായിരിക്കും. ആരാ? യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഏത് പാർട്ടിക്കാരനാ? അദ്ദേഹവും BJP പാർട്ടി തന്നെയാണ്, BJP പാർട്ടിക്കാരൻ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മറക്കാതെ ഇരിക്കുക. അൺഎംപ്ലോയിഡ് യൂത്ത് എന്ന് പറഞ്ഞ പേര് മാറ്റി ആസ്പിറേഷണൽ യൂത്ത് എന്ന് പറഞ്ഞാക്കിയത് ഏത് സംസ്ഥാനം? അത് ഉത്തരം മധ്യപ്രദേശ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നോക്കാം. അടുത്ത, ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു എൻ്റർ ഇൻ ടു ദ വേൾഡ്സ് ടോപ്പ് 10 റിച്ചസ്റ്റ് വുമൺ ഓഫ് ദ ഇയർ 2025? ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് റിച്ചസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് നമ്മുടെ ടോപ്പ് 10 റിച്ചസ്റ്റ് വുമൺ ഓഫ് ദ ഇയർ 2025 ആയതും ഈ പുള്ളിക്കാരി തന്നെയാണ്. വേറെ ആരുമില്ല, റോഷ്നി നാദർ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരിയാണ് ലോകത്തിലെ ടോപ്പ് 10 റിച്ചസ്റ്റ് വുമണിൽ ഇടം നേടിയ ഇന്ത്യക്കാരി. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം, ആരായിരുന്നു റോഷ്നി നാദർ? ആരാ? വേറെ ആരുമില്ല, ചെയർപേഴ്സൺ ഓഫ് HCL എന്ന് പറഞ്ഞ കമ്പനിയുടെ ചെയർപേഴ്സൺ ആണ് ആര്? ഈ പറഞ്ഞ റോഷ്നി നാദർ. HCL കമ്പനിയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ശിവ് നാദറാണ്. ഈ ശിവനാദറിൻ്റെ മകളാണ് ആര്? ഈ പറഞ്ഞ
റോഷ്നി നാദർ. ഇപ്പോഴത്തെ HCL കമ്പനിയുടെ ചെയർപേഴ്സണാണ് ഈ പറഞ്ഞ റോഷ്നി നാദർ. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പണക്കാരനാരാ? ഇന്ത്യയിലെ ടോപ്പ് റിച്ചസ്റ്റ് പേഴ്സൺ ആരാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാരാ? മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ. അടുത്ത രണ്ടാം സ്ഥാനം ആരാ? രണ്ടാമത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആരാ? ഗൗതം അദാനിയാണ് രണ്ടാം സ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണക്കാരിൽ മൂന്നാം സ്ഥാനമാണ് ഈ പറഞ്ഞ റോഷ്നി നാദർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which city overtakes Mumbai as the Asia's billionaire capital in the Hurun Global Riches? Hurun Global Riches പ്രകാരം ഏഷ്യാസ് ബില്യനെയർ ക്യാപിറ്റലായിട്ട് ഈ വർഷം 2020 തിരഞ്ഞെടുക്കപ്പെട്ട ഏത് നഗരം എന്നാണ് ചോദ്യം. ഉത്തരം ഷാങ്ഹായ് നഗരത്തിനാണ് ഇപ്രാവശ്യത്തെ ഏഷ്യാസ് ബില്യനെയർ ക്യാപിറ്റലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ 2024 നോക്കുകയാണെങ്കിൽ മുംബൈ ആയിരുന്നു. മുംബൈയെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ആര് വന്നത്? ഈ പറഞ്ഞ ഷാങ്ഹായ് നഗരം. ഷാങ്ഹായ് നഗരം എവിടെയാണ്? ചൈനയിലെ ഒരു നഗരമാണ് ഈ പറഞ്ഞ ഷാങ്ഹായ് നഗരം. അതുപോലെ തന്നെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് എവിടെയാ? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. തെലങ്കാനയാണോ ആന്ധ്രാപ്രദേശാണോ? എവിടെയാ? തെലങ്കാന സ്റ്റേറ്റിൽ, തെലങ്കാനയിലാണ് ഈ പറഞ്ഞ ഹൈദരാബാദ് സ്ഥിതി ചെയ്തത്. തെലങ്കാനയുടെ CM ആരാ? രേവന്ത് റെഡ്ഡിയാണ് ഇവിടുത്തെ തെലങ്കാനയുടെ CM. രേവന്ത് റെഡ്ഡി കോൺഗ്രസ് പാർട്ടിക്കാരനാണ്. ആര് പറഞ്ഞ? ഈ രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഷാങ്ഹായ് നഗരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പറഞ്ഞുതരാം. NDB ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാലും അതും ഷാങ്ഹായ് സിറ്റി. എന്താ ഈ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്? ഇറ്റ്സ് എ ബാങ്ക് ഓഫ് ബ്രിക്സ് അസോസിയേഷൻ. ബ്രിക്സിൻ്റെ ഒരു ബാങ്കാണ് എന്ന് പറയാം ഈ പറഞ്ഞ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. എന്താ ബ്രിക്സ്? ബ്രിക്സ് വേറെ ഒന്നുമില്ല. 2009 ഇതിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ കുറച്ച് രാജ്യങ്ങൾ, 5 രാജ്യങ്ങൾ ചേർന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ. ഇപ്പം G20, G7 എന്നൊക്കെ പറയും പോലെ ഇന്ത്യ മുന്നിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനാണ് എന്ന് പറയുന്നത് ഈ ബ്രിക്സ് അസോസിയേഷൻ. അബ്രിവേഷൻ നോക്കാം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, എല്ലാവർക്കും ഡൗട്ട് വരുന്നതാണ്. സൗത്ത് ആഫ്രിക്ക. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഈ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് അത് ബ്രിക്സ് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ടായത്. ഇനി 2024 ബ്രിക്സ് സമ്മിറ്റ് എവിടെ നടന്ന? ബ്രിക്സ് ഉച്ചകോടി നടന്ന വേറെ എവിടത്തില്ല, റഷ്യയിലാണ് ഈ പറഞ്ഞ 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുണ്ടായത്. 2025 സമ്മിറ്റ് നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ് ഈ പറഞ്ഞ 2025 ഉച്ചകോടി എന്ന് പറയുന്നത്. ഈ 2024 സമ്മിറ്റിൽ പുതിയ കുറച്ച് രാജ്യങ്ങളെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് പഠിച്ചു പോവാം. കാരണം ഇപ്പോൾ റെയിൽവേ SSC ഒക്കെ ആണെങ്കിൽ ഒരു വർഷം ബാക്കിലോട്ടൊക്കെ ചോദിച്ച് കാണാറുണ്ട്. 2024 സമ്മിറ്റിലാണ് എത്തിയോപ്യ, ഇറാൻ, അതുപോലെ തന്നെ സൗദി അറേബ്യ, UAE ഇത്രയും രാജ്യങ്ങളെ കൂടെ ഈ ബ്രിക്സിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഈ ഉച്ചകോടി തീരുമാനമെടുത്തു. 2024 എത്തിയോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE ഇത്രയും രാജ്യങ്ങളെ കൂടെ ഇവരെന്ത് ചെയ്തു? അസോസിയേഷനിലേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അടുത്ത് നമുക്ക് നോക്കാം. ടോക്കിയോ എവിടെയാ? ടോക്കിയോ ജപ്പാനിലാണ് ഈ പറഞ്ഞ ടോക്കിയോ എന്ന് പറഞ്ഞ നഗരം സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ ജപ്പാനിലെ പ്രസിഡന്റ് ആണോ PM ആണോ? പ്രൈം മിനിസ്റ്ററാണ് അവിടെ ഹെഡ് ഓഫ് ദ നേഷൻ. ഇന്ത്യയെ പോലെ തന്നെയാണ് പ്രൈം മിനിസ്റ്ററാണ് അവിടുത്തെ ഹെഡ് ഓഫ് ദ നേഷൻ. ജപ്പാന്റെ PM ആരാ? ഒരു വല്ലാത്ത പേരാ. ഷിൻഖേറു ഇഷിബ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടുത്തെ PM. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് അറിയാവുന്നൊരു PM ഉണ്ട്. ഇപ്പം നരേന്ദ്രമോദിയുടെയൊക്കെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു ജപ്പാന്റെ പഴയ ഒരു പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷിൻസോ ആബെ എന്ന് പറഞ്ഞ ഒരാൾ മുന്നേ ഉള്ള പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. 2022 അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് നോക്കാം.
ബീജിംഗ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ സിറ്റി ഓഫ് ചൈന എന്ന് പറയുന്നത് ബീജിംഗ് ആണ്. ഇപ്പം ബീജിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഹാപ്പനിങ് പ്ലേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്കണോമിക് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ പറഞ്ഞ ഷാങ്ഹായ് സിറ്റിയിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വെൽത്ത് വരുന്നത് അല്ലെങ്കിൽ ബില്യനേഴ്സ് ഈ പറഞ്ഞ അർബൻ പോപ്പുലേഷൻ ഏറ്റവും കൂടിയതൊക്കെ എവിടെയാണ്? മുംബൈയാണ്. അതുപോലെ തന്നെയാണ് ചൈനയുടെയും കാര്യം. ബീജിംഗ് ക്യാപിറ്റലാണ്, പക്ഷേ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതൽ നടക്കുന്നത് നമ്മുടെ ഷാങ്ഹായിൽ. പിന്നെ അതുപോലെ തന്നെ ചൈനയിൽ ആരാ? പ്രസിഡന്റ് ആണ് ഭരിക്കുന്നത്. പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദ നേഷൻ. ആരാ? സി ജിൻ പിങ്. സി ജിൻ പിങ് ആണ് ഇവിടുത്തെ ഈ പറഞ്ഞ ചൈനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെയിം ഓഫ് ദ റീസെന്റ് കണ്ടക്ടഡ് ടെക്നിക്കൽ ഫെസ്റ്റിവൽ ഇൻ IIT കാൺപൂർ. അപ്പോൾ ഈ IIT-കളിൽ ഈ ടെക്നിക്കൽ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നോക്കി വെക്കാം. ഓപ്ഷൻ എ ടെക് ഫെസ്റ്റ്, ഓപ്ഷൻ ബി ടെക് കൃതി, ഓപ്ഷൻ സി ശാസ്ത്ര, ഓപ്ഷൻ ഡി ആക്സിസ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം IIT കാൺപൂരിൽ നടന്നത് ടെക് കൃതിയാണ്. 2025 IIT കാൺപൂരിൽ വെച്ച് നടന്നിട്ടുള്ള ടെക്നിക്കൽ ഫെസ്റ്റിവലിൻ്റെ പേര്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി വെക്കാം. പിന്നെ ഇതിൻ്റെ ഇനാഗുറേറ്റ് ഈ പറഞ്ഞ ടെക് ഫെസ്റ്റ് ടെക് കൃതി 2025 ഇനാഗുറേറ്റ് ചെയ്തത് നമ്മുടെ അനിൽ ചൗഹാനാണ്. 2025 ടെക്നിക്കൽ ഫെസ്റ്റ് ടെക് കൃതി IIT കാൺപൂരിൽ വെച്ച് നടന്ന ടെക് കൃതി ഇനാഗുറേറ്റ് ചെയ്തത്. ഈ അനിൽ ചൗഹാൻ ആരാണ്? CDS ഇല്ലേ, CDSൻ്റെ ഇപ്പോഴത്തെ ചീഫാണ് ആരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അനിൽ ചൗഹാൻ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ ഇപ്പോഴത്തെ മേധാവിയാണ് ആരെന്ന് പറഞ്ഞാൽ ഈ അനിൽ ചൗഹാൻ. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോവാം. ടെക് ഫെസ്റ്റ് എവിടെ വെച്ച് നടക്കുന്നതാ? അത് IIT ബോംബെയിൽ വെച്ച് നടക്കുന്ന ടെക്നിക്കൽ ഫെസ്റ്റാണ് ഈ പറഞ്ഞ ടെക് ഫെസ്റ്റ്. ഇനി പറഞ്ഞ ശാസ്ത്ര കൈൻഡ് ഓഫ് ഒരു മലയാളം വേർഡ് പോലെ തോന്നുന്നുണ്ട്. നമ്മളെ തൊട്ടടുത്ത IIT മദ്രാസിലാണ് ഏത് നടക്കുന്ന ശാസ്ത്ര എന്ന് പറഞ്ഞ ടെക്നിക്കൽ ഫെസ്റ്റ് നടക്കുക. അതുപോലെ തന്നെ ആക്സിസ് VNIT എവിടെ? VNIT മീൻസ് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. എവിടെയാ? നാഗ്പൂരിലാണ് നമ്മുടെ ഈ പറഞ്ഞ VNIT സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ച് നടക്കുന്ന ഒരു ടെക്നിക്കൽ ഫെസ്റ്റാണ് ഈ പറഞ്ഞ ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിശ്വേശ്വരയ്യ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഫാദർ ആരാന്ന് വെച്ചാൽ ആരാ? ഈ പറഞ്ഞ വിശ്വേശ്വരയ്യാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയേഴ്സിൻ്റെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ ആരാ? ഈ പറഞ്ഞ വിശ്വേശ്വരയ്യ. അതുപോലെ തന്നെ വിശ്വേശ്വരയ്യയുടെ ബർത്ത്ഡേ, അദ്ദേഹം ജനിച്ച ദിവസമാണ് സെപ്റ്റംബർ 15. എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നതും ഈ പറഞ്ഞ വിശ്വേശ്വരയ്യ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 15. ഞാനൊരു എഞ്ചിനീയറാണ്, സോ നമുക്കിത് സ്പെഷ്യലാണ്. സോ സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ടെക് ഫെസ്റ്റ് എവിടെ വെച്ച് നടക്കുന്നത്? IIT ബോംബെയിൽ വെച്ച് നടക്കുന്നു. ടെക് കൃതി എവിടെ വെച്ച് നടക്കുന്നത്? IIT കാൺപൂർ വെച്ച് നടക്കുന്നു. അതുപോലെ തന്നെ ശാസ്ത്ര എവിടെ വെച്ച് നടക്കുന്നത്? IIT മദ്രാസിൽ വെച്ച് നടക്കുന്നു. ആക്സിസ് VNIT നാഗ്പൂരിൽ വെച്ച് നടക്കുന്ന ടെക്നിക്കൽ ഫെസ്റ്റ്. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോവാം. ഹു ഓൺ ദ ആബൽ പ്രൈസ് 2025? എന്താ ഈ ആബൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ? ആബൽ പ്രൈസ് ഏത് മേഖലയിലാണ് ഈ ആബൽ പ്രൈസ് കൊടുക്കുന്ന? മാത്തമെറ്റിക്സ് ഏരിയയിലാണ്, മാത്സിൻ്റെ ഏരിയയിലാണ് ഈ പറഞ്ഞ ആബൽ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ പറയാം, ഇപ്പോൾ നൊബേൽ പ്രൈസ് ഓഫ് മാത്സ് എന്നൊക്കെ വേണമെങ്കിലും അല്ലെങ്കിൽ ഓസ്കാർ ഓഫ് മാത്സ് എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു അവാർഡാണ് ആബൽ പ്രൈസ്. ഏകദേശം ഒരു $7 ലക്ഷം ആണ് ഇതിൻ്റെ ഒരു സമ്മാനത്തുക എന്ന് പറയുന്നത്. $7 ലക്ഷം ഏകദേശം ഇന്ത്യൻ മണി ഒരു 5 കോടി സംതിങ് വരും. 5 കോടി സംതിങ് ഇന്ത്യൻ
മണി വരും നമ്മുടെ ഇതിൻ്റെ ഏബൽ പ്രൈസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അത് കിട്ടിയിരിക്കുന്നത് വേറെ ആരുമില്ല, ഒരു ജപ്പാൻകാരനായിട്ടുള്ള മസാക്കി കാഷിവാറ എന്ന് പറഞ്ഞിട്ടൊരാൾക്കാണ് ഇപ്രാവശ്യത്തെ ആബൽ പ്രൈസ് 2025. ഇപ്പോൾ റെയിൽവേ അതുപോലെ തന്നെ SSC ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് മിനിമം നമ്മൾ പഠിക്കേണ്ടി വരും. സോ 2024 ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ആബൽ പ്രൈസ് കിട്ടിയത് ആരാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിലൊന്ന് ഇടാൻ പറ്റിയ നല്ലതായിരുന്നു. 2024 ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. അടുത്ത് നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ടു ദ സെന്റർ ഫോർ ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻസ് അഡ്വൈസറി ബോർഡ്. ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻസ് അഡ്വൈസറി ബോർഡിലേക്ക് അപ്പോയിന്റ് ചെയ്തത് ആരെയാണെന്നുള്ളതാണ് ചോദ്യം. എനിക്ക് ഈ ഫോട്ടോ കാണാൻ മനസ്സിലായി കാണും, വേറെ ആരുമില്ല, സ്റ്റീവ് ഓയാണ് നമ്മുടെ ഇതിൻ്റെ ഉത്തരം. ഇന്ത്യ ഓസ്ട്രേലിയ റിലേഷൻ അഡ്വൈസറി ബോർഡ്. ആരായിരുന്നു സ്റ്റീവ് ഓ? ഓസ്ട്രേലിയയുടെ പഴയ ക്യാപ്റ്റനായിരുന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം, മെൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ പഴയ ക്യാപ്റ്റനാണ് ആരെന്ന് പറഞ്ഞാൽ ഈ സ്റ്റീവ് ഓ എന്ന് പറയും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തോട്ട് പോകും. Who won the gold medal at the Asian Wrestling Championship 2025? 2025 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം മനീഷ ബെൻവാല എന്ന് പറഞ്ഞ ഒരാൾക്കാണ് ഇദ്ദേഹം. ഓക്കെ, മനീഷ ബെൻവാലയ്ക്കാണ് ഇപ്രാവശ്യത്തെ 2025 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണെങ്കിൽ വിനേഷ് ഫോഗട്ട് ആരാ? വിനേഷ് ഫോഗട്ട് ഇപ്പോൾ 2024 എവിടെ വെച്ച ഒളിമ്പിക്സ് നടന്ന? സമ്മർ ഒളിമ്പിക്സ് എവിടെ വെച്ച് നടന്ന? പാരീസിലാണ്. പാരീസിൽ മത്സരിച്ചപ്പോൾ ഈ പറഞ്ഞ വിനേഷ് ഫോഗട്ടിനെ അവർ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഡിസ്ക്വാളിഫൈ ചെയ്തു. എന്തിൻ്റെ പേരിലാണ്? അദ്ദേഹത്തിന് പറഞ്ഞ വെയിറ്റിനെക്കാട്ടിലും ഒരു 100 ഗ്രാം കൂടുതലായി എന്നുള്ളൊരു റീസൺ പറഞ്ഞുകൊണ്ട് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അപ്പോൾ അവർ മത്സരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ മത്സരിച്ചു. കഴിഞ്ഞ വർഷം, അതായത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ജേതാവായ ആളെ തോൽപ്പിച്ചതിന് ശേഷം അടുത്ത റൗണ്ടിലേക്ക് പോയപ്പോഴാണ് അവർ ഈ പറഞ്ഞ വിനേഷ് ഫോഗട്ടിനെ IOC ഡിസ്ക്വാളിഫൈ ചെയ്തത്. എന്താ റീസൺ പറഞ്ഞ? ഓവർ വെയിറ്റായി ഒരു 100 ഗ്രാം അവർക്ക് കൂടി എന്നുള്ള റീസൺ പറഞ്ഞു. ഇപ്പോൾ ഇതിന് മുന്നേ വിനേഷ് ഫോഗട്ട് വാർത്തയിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കേന്ദ്ര സർക്കാരിനെതിരെ, മോദിക്കെതിരെയൊക്കെ സമരം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകളൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് ഈ വിനേഷ് ഫോഗട്ട്. അപ്പോൾ അവർ ഒളിമ്പിക്സിലേക്ക് പോയപ്പോൾ അവരെ ഈ ഡിസ്ക്വാളിഫൈ ആയതും നമ്മുടെ ഈ പറഞ്ഞ വാർത്തകളിൽ സെൻസേഷനായിട്ടുള്ള കാര്യം. സോ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ പറഞ്ഞത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 ഗോൾഡ് മെഡൽ നേടിയത് മനീഷ ബെൻവാല. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതുകൂടെ കഴിയും. വിച്ച് ആർ ദ 2 states collaborated to form a tourism initiative called ഗംഗ നർമ്മദ ടൂറിസം കോറിഡോർ? ഇപ്പോൾ വേറെ ഒന്നുമില്ല, ചോദ്യം ഇത്രേ ഉള്ളൂ. ഗംഗ നർമ്മദ ടൂറിസം കോറിഡോർ ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മധ്യപ്രദേശും ഉത്തർപ്രദേശും. മധ്യപ്രദേശും ഉത്തർപ്രദേശും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് പറ്റി ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. പറ്റുമെന്നുണ്ടെങ്കിൽ 2024 ഏബൽ പുരസ്കാരം ലഭിച്ചത് ആരെന്നും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.